വളരെ കാലം മുമ്പ് തേങ്കുറിശി ഗ്രാമത്തിൽ ചന്തപ്പൻ എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. പക്ഷേ അയാൾ മറ്റു മനുഷ്യന്മാരെ പോലെ ആയിരുന്നില്ല. പകൽ സമയത്ത് അയാൾ ശാന്തനും വിനീതനുമായൊരു തൊഴിലാളിയായിരുന്നു. ഇലകൾക്കിടയിലെ ഇല പോലെ ജനക്കൂട്ടവുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ഒരാൾ. എന്നാൽ ചന്ദ്രൻ ഉദിക്കുകയും നിഴലുകൾ ആഴത്തിലാകുകയും ചെയ്യുമ്പോൾ ചന്തപ്പൻ മറ്റൊന്നായി മാറുമായിരുന്നു. പുരാതനമായ എന്തോ ഒന്ന്, ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന്. അദ്ദേഹം അവസാനത്തെ ഒടിയനായിരുന്നു. വെള്ളക്കാരൻ റോഡുകളും റെയിലുകളും കൊണ്ടുവരുന്നതിന് മുൻപ് പഴയ കാലത്ത് ഒടിയന്മാർ രാത്രി ഭരിച്ചു. അവർ മന്ത്രവാദികളോ വെറും മനുഷ്യരോ ആയിരുന്നില്ല. മറന്നുപോയ കുന്നുകളിലെ താന്ത്രികന്മാരിൽ നിന്ന് കൈമാറിയ ഒരു പുരാതന ശക്തിയുടെ, മായയുടെ യജമാനന്മാരായിരുന്നു. വവ്വാലിന്റെ അസ്ഥികൾ, മൂങ്ങയുടെ തൂവലുകൾ, ഗ്രഹണ സമയത്ത് മാത്രം പറിച്ചെടുക്കുന്ന ഔഷധ സസ്യങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച രഹസ്യ എണ്ണകൾ വഴി അവർക്ക് അവരുടെ രൂപം മാറ്റാൻ കഴിഞ്ഞു. കാളകളായും പാമ്പുകളായും പൊടിയുടെ ചുഴലിക്കാറ്റുകളായി പോലും. എന്നാൽ ഒടിയന്മാർ അവരുടെ ശക്തികൾ ദ്രോഹത്തിനായി ഉപയോഗിച്ചില്ല. അവർ രഹസ്യത്തിന്റെ യോദ്ധാക്കളായിരുന്നു. പലപ്പോഴും ശക്തരായ ഭൂവുടമകളുടെ നിധികൾ സംരക്ഷിക്കാനും എതിരാളികളെ ഭയപ്പെടുത്താനും അർദ്ധരാത്രിയിൽ നിഗൂഢമായ രൂപത്തിൽ നിശബ്ദ മുന്നറിയിപ്പുകൾ നൽകാനും അവരെ നിയമിച്ചിരുന്നു. എന്നാൽ ചന്തപ്പൻ വ്യത്യസ്തനായിരുന്നു. സ്വർണത്തിനോ മഹത്വത്തിനോ വേണ്ടിയല്ല അദ്ദേഹം ഇതിൽ മുഴുകിയത്. അദ്ദേഹത്തിന്റെ ഇതിഹാസ നായകനായ മുത്തച്ഛൻ ഒടിയൻ മാണിക്യൻ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവന്റെ ചെവിയിൽ രഹസ്യങ്ങൾ മന്ത്രിച്ചു. ലോകം നമ്മളെ മറക്കും, പക്ഷേ നിഴലുകൾ നമ്മളെ ഓർത്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറഞ്ഞിരുന്നു. ആ രാത്രിയിൽ ആ ഗ്രാമത്തെ ഒരു ഭീകരമൃഗം വേട്ടയാടി. തീക്കണ്ണുകളുള്ള വേലികൾ തകർത്ത് ഇരുട്ടിലേക്ക് അലറുന്ന ഒരു കറുത്ത കാള. ആളുകൾ മന്ത്രിച്ചു, ഇത് ക്ഷേത്രത്തിന്റെ ശാപമാണ്, ഇതൊരു ഭൂതമാണ്. എന്നാൽ പുകയുന്ന കനൽ പോലുള്ള കണ്ണുകളും കിണറുകളേക്കാൾ ആഴമുള്ള ജ്ഞാനവുമുള്ള വൃദ്ധ ലക്ഷ്മിക്കുട്ടിയമ്മ മൃദുവായി പറഞ്ഞു, ഇല്ല, ഇതൊരു ഒടിയന്റെ പ്രവൃത്തിയാണ്. സത്യമറിയാതെ ഗ്രാമവാസികൾ ചന്തപ്പന്റെ സഹായം തേടി. അയാൾ അത് സമ്മതിച്ചു. ഗൗരവത്തോടെ തലയാട്ടി തോട്ടങ്ങളിലേക്ക് അപ്രത്യക്ഷനായി. ആ രാത്രിയിൽ കാള വീണ്ടും വന്നു. പക്ഷേ ഇത്തവണ അത് നിശബ്ദത പാലിച്ചു. നിഴലുകൾ നീങ്ങി. ഇരുട്ടിൽ നിന്നൊരു രൂപം വേർതിരിഞ്ഞു. ഇപ്പോൾ രണ്ട് കാളകൾ പരസ്പരം അഭിമുഖീകരിച്ചു നിന്നു. ഒന്ന് കോപത്തോടെയും മറ്റൊന്ന് ശാന്തതയോടെയും. അവർ പരസ്പരം വട്ടം വിട്ട് ഏറ്റുമുട്ടി. പക്ഷേ ഒന്ന് മാത്രം തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ ഗ്രാമമുണർന്നപ്പോൾ തോപ്പുകൾ നിശ്ചലവും നിശബ്ദവുമായി കാണപ്പെട്ടു. അങ്ങനെ ഭൂതം പോയി. കണ്ണുകളിൽ ക്ഷീണിതനായി നെറ്റിയിൽ ചാരം പുരണ്ട ചന്തപ്പൻ ക്ഷേത്രപടികളിൽ നിന്നു. അയാളൊന്നും പറഞ്ഞില്ല. വിളക്ക് കത്തിച്ചു, ദേവനെ വണങ്ങി നടന്നു. അന്ന് മുതൽ കുട്ടികൾക്ക് രാത്രിയെ ഭയമില്ലായിരുന്നു. മൂപ്പന്മാർ നിശബ്ദ സ്വരത്തിൽ പറഞ്ഞു, ഒരു പക്ഷേ അവസാനത്തെ ഒടിയൻ ഇപ്പോഴും നമുക്കിടയിലുണ്ടാകാം. നമ്മെ നോക്കി നമുക്കായി കാത്തിരിക്കുന്നുണ്ടാകാം. ഇപ്പോഴും കാറ്റുച്ചത്തിൽ മുഴങ്ങുമ്പോഴും ഇരുട്ടിൽ ഒരു കാളയുടെ ശബ്ദം കേൾക്കുമ്പോഴും അതിന്റെ കാൽപ്പാടുകൾ കാണാതിരിക്കുമ്പോഴും ചന്തപ്പൻ ഇപ്പോഴും പുറത്തുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ഒടിയന്മാരിൽ അവസാനത്തെയാൾ ഇപ്പോഴും നമുക്ക് ചുറ്റും നമ്മെ കാത്തിരിക്കുന്നു.